നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയം. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങും. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ചർച്ച ചെയ്യാൻ പോലും ആരോഗ്യമന്ത്രി തയ്യാറായില്ല എന്ന് ആശാ വർക്കേഴ്സ് ആരോപിച്ചു. 3 ഇരട്ടി തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ജനാധിപത്യപരമല്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാനായി മന്ത്രി വീണ ജോർജ് നാളെ ഡൽഹിക്ക് തിരിക്കും. ആശമാർ ഉന്നയിച്ച വിഷയങ്ങൾ മന്ത്രി JP നദ്ദയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക തുക നൽകണമെന്നും ആവശ്യപ്പെടും. NHM ഡയറക്ടർ ഡോക്ടർ വിനോയ് ഗോയൽ IASന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ ചർച്ച. ഇത് പരാജയപ്പെട്ടതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചു. 2 സ്ഥലങ്ങളിലും ഓണറേറിയം വർധനയോ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉയർത്തുന്നതോ ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. പകരം ആരോഗ്യമന്ത്രി ഉപദേശങ്ങളാണ് നൽകിയതെന്ന് സമരക്കാർ. സർക്കാരിന്റെ സാമ്പത്തിക പാത്രത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത കാര്യമൊന്നും നമ്മൾ ചോദിച്ചിട്ടൊന്നും അതിനകത്തൊരു മറുപടിയില്ല. മറിച്ച് സാമ്പത്തിക പ്രതിസന്ധി അത് ആശമാർ മനസ്സിലാക്കണം എന്ന കാര്യം മാത്രമേ ഉള്ളൂ. ശമ്പളം കൂട്ടില്ല എന്ന നിലപാട് സംസ്ഥാനത്തിനില്ല. എന്നാൽ 3 ഇരട്ടി ശമ്പള വർധനവ് ആവശ്യപ്പെടുന്നത് ജനാധിപത്യപരമല്ല. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ആശമാരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നും വീണ ജോർജ്. ഇപ്പോൾ അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിൽ അതിനെ സമീപിക്കണം. അത് സംബന്ധിച്ച് ഗൈഡ് ലൈനിൽ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. സന്നദ്ധ പ്രവർത്തകർ എന്ന നിർവചനം മാറ്റണമെന്നതടക്കം കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ചർച്ച പരാജയപ്പെട്ടതോടെ ആശാ വർക്കേഴ്സ് റോഡ് ഉപരോധിച്ചു. എത്ര ദിവസമായി ഈ പെരുമഴയത്തും വെയിലത്ത് കിടക്കുന്നു. ഞങ്ങളിൽ പെരുമഴ കൊള്ളും. ആശാ വർക്കർമാർ മലയും കാടും എല്ലാം തോടും താണ്ടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സഹിക്കും, പക്ഷേ ഒരു പരിധി ഉണ്ടെന്ന് ഓർക്കണം. അതിനൊക്കെ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർധന സമയബന്ധിതമായി പരിഗണിക്കുമെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉന്നതതല സമിതി ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. मैं इतना ही कहना चाहूंगा क्योंकि मिशन स्टीयरिंग ग्रुप ने इसमें आशा वर्कर्स के फाइनेंशियल सिचुएशंस को ध्यान में रखते हुए इसको और जितना समय समय पर एनहांस करने की बात आएगी वो हम जरूर करेंगे. ആശാ വർക്കേഴ്സിന്റെ സമരത്തിനെതിരെ അധിക്ഷേപവുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ. സമരം നടത്തുന്നത് യഥാർത്ഥ ആശകളല്ലെന്ന ആക്ഷേപം. 500 ആളുകളെ എവിടെ നിന്നോ കൊണ്ടുവന്ന് പണവും ചോറും കൊടുത്തിരുത്തിയിരിക്കുകയാണെന്ന് പരിഹാസം. സമരമിരിക്കുന്നവർ പോകില്ല എന്നും 6 മാസത്തെ സമരമാണെന്നും A വിജയരാഘവൻ പറഞ്ഞു. ആശ ഒരു സമരം നടക്കുന്നുണ്ട്. ആശാ സമരം യഥാർത്ഥ ആശകളൊന്നുമില്ല. കുറച്ചാളെ കാശ് കൊടുത്തുകൊണ്ടെന്ന് അവിടെ ഇരുത്തിയിരിക്കുന്നു. ഇവിടെ 10-20,000 ആശ ഉണ്ട്. അവരൊന്നും സമരത്തിലില്ല. ഒരു 500 ആളെ ഒന്നിക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കാശും കൊടുത്ത് ചോറും കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുന്നത്. സ്ഥിരമായിട്ട് 6 മാസത്തിലുള്ള സമരം അവരൊന്നും മുഴുവൊന്നുമില്ല. ആശ പോരുന്നതിന് അവിടെ അംഗൻവാടിനെ കൊണ്ടിരുത്തും, വേറെ ആരെയും കൊണ്ടിരുത്തും. പാവപ്പെട്ട മനുഷ്യരെ തന്നെ കൊണ്ടിരുത്തി പണം കൊടുത്ത് ഇടതുപക്ഷത്തെ അട്ടിമറിക്കാനുള്ള സമരത്തിന്റെ ആയുധമാക്കുന്ന ഗൂഢാലോചന കേരളത്തിൽ നടത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച് ഡോക്ടർ ശശി തരൂർ MP. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നടത്തിയ ഇടപെടൽ ശരിയായിരുന്നുവെന്നാണ് ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണം. ഭാരതീയരെന്ന നിലയിലാണ് താൻ സംസാരിച്ചതെന്നും വിഷയത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നും ശശി തരൂർ വിശദീകരിച്ചു. പരാമർശത്തെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു KPCC അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രതികരണം. The policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow 2 weeks apart and be accepted in both places, and therefore India is in a position where it can make a difference. യുക്രൈൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും ആലിംഗനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട്. ഇരു രാജ്യങ്ങളിലുമുള്ള ഇന്ത്യയുടെ സ്വീകാര്യതയാണ് ഇതിലൂടെ അർത്ഥമാകുന്നതെന്നായിരുന്നു ഡൽഹിയിലെ റൈസിന ഡയലോഗിൽ ശശി തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കി നടത്തിയ പരാമർശം ചർച്ചയായതോടെ താൻ പറഞ്ഞതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് ശശി തരൂർ വിശദീകരിച്ചു. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്, പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. എന്നാൽ ശശി തരൂരിന്റെ പരാമർശത്തെക്കുറിച്ച് കേട്ടിട്ടില്ലെന്നായിരുന്നു
KPCC അധ്യക്ഷൻ കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും മറുപടി. ഞാനത് കേട്ടിട്ടില്ല, ഞാനത് വിലയിരുത്തിയിട്ടില്ല. അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് പാർട്ടി വിലയിരുത്തി പാർട്ടിന്റെ ഭാഗത്ത് നിന്ന് അതിന് നേരെയുള്ള ഒരു പ്രതികരണം ഉണ്ടാവും. ഞാൻ കേട്ടില്ല, ഞാൻ അദ്ദേഹം കേട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കല്ലോ, നമുക്ക് കാണുമല്ലോ എപ്പോഴും എന്താണെന്ന് നോക്കിയിട്ട് പറയാമല്ലോ. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ പരാമർശം BJP ഏറ്റെടുത്തു. മോദി നയതന്ത്രത്തെ തരൂർ പുകഴ്ത്തിയത് അഭിനന്ദനീയമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. സത്യത്തിൽ ഈ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ ഒരടിയാണ്. ശശി തരൂർ ഒരു സത്യം പറഞ്ഞു, രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. ആ നിലയിൽ തരൂർ അഭിനന്ദനം അർഹിക്കുന്നു. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ ശശി തരൂർ പ്രശംസിച്ച ക്ഷീണം കോൺഗ്രസ് മറികടക്കുന്നതിനിടയിലാണ് വീണ്ടും അതേ സ്വരത്തിലുള്ള തരൂരിന്റെ പരാമർശം. ആവർത്തിച്ചുള്ള ഇത്തരം പരാമർശങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂരിനെതിരെ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും. R. അച്യുതൻ, 24, ഡൽഹി. അസുഖബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി. വടക്കാഞ്ചേരി കുടുംബിൽ താമസിക്കുന്ന 68 വയസ്സുകാരി കാളിയെ മക്കൾ ഉപേക്ഷിക്കുകയായിരുന്നു. കട്ടിലിൽ മലമൂത്ര വിസർജനം നടത്തിയെന്ന് പറഞ്ഞാണ് മകൾ രജനി കാളിയെ മർദ്ദിച്ചത്. ഭക്ഷണം കിട്ടാതെ ഇവർ റോഡിലേക്ക് നിരങ്ങി ഇഴഞ്ഞു വന്നപ്പോഴാണ് നാട്ടുകാർ വിവരമറിയുന്നത്. രജനിയെ കൂടാതെ രാജൻ എന്ന മകനും കൂടിയുണ്ട് കാളിക്ക്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. കുട്ടിയെല്ലാവരും അവിടുന്ന് പോയി, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അങ്ങനെ പെട്ടെന്ന് എനിക്കപ്പോൾ താഴ്ത്തു വീണിട്ട് നോക്കുമ്പോൾ അവള് വരണം നേരത്ത് ഞാൻ അകത്ത് ലേശം അപ്പിട്ടു. അതിന് വേണ്ടിയിട്ട് അവള് ദേഷ്യപ്പെട്ടു ഒറ്റ 4 ചവിട്ട് ഒരു പെടയും വയ്യാത്ത കണ്ണുമ്പില്. എനിക്ക് ആരുമില്ലണ്ടായില്ലോ. ഞാൻ എന്താ ചെയ്യുക? ഇന്നൊന്ന് ആശുപത്രിക്ക് എത്തിച്ച് എൻ്റെ തല ഒന്ന് പൊന്തി കിട്ടു. 24 വാർത്തയ്ക്ക് പിന്നാലെ കാളിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മുൻ MP ചങ്ങറ സുരേന്ദ്രനെ CPI സസ്പെൻഡ് ചെയ്തു. 1 വർഷത്തേക്കാണ് സസ്പെൻഷൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് പരാതിയെ തുടർന്നാണ് നടപടി. പാർട്ടി അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഷൻ. ഇന്ന് ചേർന്ന CPI കൊല്ലം ജില്ലാ കമ്മിറ്റിയുടേതാണ് നടപടി. ചങ്ങറ സുരേന്ദ്രൻ നൽകിയ മറുപടി പരിശോധിച്ച ശേഷമാണ് നടപടി. മറുപടി തൃപ്തികരമല്ല എന്ന് ജില്ലാ കൌൺസിലും ജില്ലാ കമ്മിറ്റിയും വിലയിരുത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റിന്റെ നഷ്ടപരിഹാര തുക നിശ്ചയിച്ച സർക്കാർ. 64 ഏക്കർ ഭൂമിക്കായി 26,56 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പുനരധിവാസത്തിനായി കൽപ്പറ്റയിലെയും മേപ്പാടിയിലെയും 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇതുപ്രകാരം എസ്റ്റേറ്റ് ഭൂമിയുടെയും നിർമ്മാണങ്ങളുടെയും മൂല്യനിർണ്ണയം നടത്തിയാണ് 26,56,10,709 രൂപ നഷ്ടപരിഹാരം നൽകാൻ നിശ്ചയിച്ചത്. റവന്യൂ വകുപ്പ് നിശ്ചയിച്ച തുകയ്ക്ക് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നഷ്ടപരിഹാര തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാനും തീരുമാനിച്ചു. വീട് നൽകുന്നതിനായി കണക്കാക്കിയ പട്ടികയിൽ 430 ഗുണഭോക്താക്കളെ ഉള്ളൂ. അതിനാൽ ആദ്യഘട്ടത്തിൽ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ. ഉരുൾ ദുരന്തത്തിൽ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികൾക്കും മന്ത്രിസഭ ധനസഹായം പ്രഖ്യാപിച്ചു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 7 കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട 14 കുട്ടികൾക്കും 10 ലക്ഷം രൂപ നൽകും. വനിതാ ശിശുവികസന വകുപ്പ് അനുവദിച്ച ധനസഹായത്തിന് പുറമെയാണിത്. 18 വയസ്സുവരെ തുക പിൻവലിക്കാനാകില്ല. തുക ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് പ്രതിമാസ പലിശ കുട്ടിയുടെ രക്ഷകർത്താവിന് നൽകും. ടൗൺഷിപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനായി രൂപീകരിച്ച യൂണിറ്റിൽ 2 തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. SKN40 3ാം ദിനം. ലഹരിക്കും അക്രമത്തിനുമെതിരെ SKN നയിക്കുന്ന കേരള യാത്രയ്ക്ക് ജന്മനാട്ടിൽ ആവേശോജ്വല വരവേൽപ്പ്. കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചേരാതെ 100 കണക്കിന് ആളുകളാണ് മേലിലയിലും കുന്നിക്കോട്ടും 24ന്റെ ജനകീയ ക്യാമ്പയിന് പിന്തുണയുമായി എത്തിയത്. പുനലൂരിൽ നിന്നും വിളക്കുടി സ്നേഹതീരത്തേക്കെത്തിയപ്പോൾ വൈവിധ്യമാർന്ന ചമയങ്ങളുടെയും ബാൻഡുമേളത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു SKNനെ വരവേറ്റത്.
സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിനും പൗരപ്രമുഖരും സ്നേഹതീരം അന്തേവാസികളുമടക്കം നിരവധി പേർ കേരള യാത്രയെ സ്വീകരിച്ചു. വിളക്കുടിയിൽ നിന്നും ഓട്ടോ റാലിക്കൊപ്പം അണിചേർന്ന 6 മണിയോടെ SKN കുന്നിക്കോട് ജംഗ്ഷനിലെത്തി. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വ്യാപാരികളുമെല്ലാം ചേർന്ന് യാത്രയെ സ്വീകരിച്ചു. കാർഗിൽ പോരാളി സജീവ് ഗോപാലപിള്ളയുടെ അമ്മ കുട്ടിയമ്മ പ്രായത്തിന്റെ അവശതകളെ അവഗണിച്ച് SKN നയിക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി വേദിയിലെത്തി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും വനിതകളും ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ഇതിനിടെ കോരിച്ചൊരിയുന്ന മഴ. പെരുമഴയെയും തോൽപ്പിച്ച് ലഹരിക്കെതിരായ കൂട്ടായ്മയ്ക്കെത്തിയവർ SKN കേട്ടു. കുന്നിക്കോട് നിന്നും SKN പേരിനോട് ചേർത്തുവെച്ച മേലില എന്ന ജന്മനാട്ടിലേക്ക്. മാധ്യമമേഖലയിൽ 40 വർഷം പൂർത്തീകരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരനെ ആശംസിക്കാനും ലഹരിക്കെതിരായ അദ്ദേഹത്തിന്റെ വേറിട്ട ആശയത്തെ പിന്തുണയ്ക്കാനും ഗ്രാമം ഒന്നാകെ മേലില ക്ഷേത്ര മൈതാനിയിലെത്തി. സഹപാഠികളും നാട്ടുകാരും SKNനും പരസ്പരം ഓർമ്മകൾ പങ്കുവച്ചു. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഞങ്ങൾ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കാം. എന്റെ ആരോഗ്യമൊക്കെ നോക്കിയിരുന്ന രഘുവായിരുന്നു. എനിക്ക് ആരെങ്കിലും ഒരു അടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിൻവലമായിട്ട് ഈ മണ്ണിൽ വളർന്നു. ഈ കവനിൽ തന്നെ ഞങ്ങൾ കടയായിരുന്നു, റേഷൻ കട ഉണ്ടായിരുന്നു. അങ്ങനെ വളർന്നതാണ് ഞങ്ങൾ. നാടിന്റെ ആവശ്യങ്ങൾ നിവേദനങ്ങളാക്കി നൽകി. കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അവിടെ നിന്നും ചെങ്ങമനാട്ടിലേക്കും അതുകഴിഞ്ഞ് കൊട്ടാരക്കരയിലേക്കും യാത്ര നീണ്ടു. 24 കൊല്ലം. ലഹരിക്കെതിരായ സന്ദേശമുയർത്തി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് പുനലൂർ SN കോളേജിലും ആവേശോജ്വല സ്വീകരണം. ലഹരിക്കെതിരായ പോരാട്ടത്തിലാണ് SN ട്രസ്റ്റിന്റെ കലാലയങ്ങളെന്ന് SN ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ G ജയദേവൻ പറഞ്ഞു. യുവതലമുറയെ കാർന്നുതിന്നുന്ന ലഹരി തുടച്ചു നീക്കാനാണ് 24ന്റെ ശ്രമമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. അരനൂറ്റാണ്ട് മുൻപത്തെ കലാലയ ഓർമ്മകളുമായാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പുനലൂർ SN കോളേജിലെത്തിയത്. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി SKN നടത്തുന്ന കേരള യാത്രയെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഹർഷാരവത്തോടെ വരവേറ്റു. തുടർന്നു നടന്ന പൊതുസമ്മേളനം SN ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ J ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. SN ട്രസ്റ്റിന്റെ ക്യാമ്പസുകളിൽ നിന്ന് ലഹരി തുടച്ചു നീക്കാൻ ഇടപെടൽ നടത്തുമെന്ന് ഡോക്ടർ G ജയദേവൻ. മാധ്യമധർമ്മം എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ജാഥ, ഈ പ്രചരണ ജാഥ, അത് എന്നും ഈ സമൂഹത്തിന് നൽകിയ ഒരു വലിയ വിലപ്പെട്ട സംഭാവനയായിട്ട് ഈ ജനത കണക്കാക്കും. വരും തലമുറയെ മാറ്റി അവരെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ ഉതകുന്ന ഈ പരിപാടി നടത്തുന്നതോടൊപ്പം ഇനി ഈ സംഗതി ഈ നമ്മുടെ സമൂഹത്തിലേക്ക് വീണ്ടും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ തലമുറയ്ക്ക് വലിയ പങ്കു വഹിക്കാനുണ്ടെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. ജീവിതത്തിൽ പണം ഉണ്ടാക്കുന്നതാണ് എല്ലാം എന്ന് നമ്മൾ വിശ്വസിക്കരുത്. പണത്തിന് മാത്രം നേടിക്കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരു 100,000 കാര്യങ്ങളെങ്കിലും ഉണ്ട്. നമ്മളോട് സ്വപ്നം കാണാൻ പറഞ്ഞത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്നത്. ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥി പോലും ഇത്തരം മാരകമായ ലഹരി വസ്തുക്കൾ മുഖമിടിച്ച് വീഴാതിരിക്കാൻ എല്ലാവിധമായ മുൻകരുതലും കോളേജിൽ ഉണ്ടായിരിക്കണം. അപരിചിതർക്ക് കോളേജിലേക്ക് പ്രവേശനം ഉണ്ടാകരുത്. കോളേജ് കുട്ടികളെ സ്വാധീനിക്കുന്ന സംഘത്തിലേക്ക് കുട്ടികൾ കടന്നു പോകരുത്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഒന്നിച്ചു നിന്നാൽ, ഇത്തിരി ലേറ്റായി പോയി നമ്മൾ, അത് യാഥാർത്ഥ്യമാണ്. ഇത്തിരി ലേറ്റായെങ്കിലും നമ്മൾക്കിത് ഒരുപാട് കാലം വിടാൻ പറ്റില്ല. എൻ്റെ മനസ്സിലെ ആഗ്രഹം, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന സംഘങ്ങളുടെ ആഗ്രഹം, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആഷ്മിയുടെയും വിജയകുമാറിൻ്റെയും താല്പര്യം, നമ്മൾ ഈ കാസർഗോഡ് എത്തുന്ന 30 ദിവസം കഴിയുമ്പോൾ എല്ലാ ഈ രാസലഹരി വിൽപ്പനക്കാരനും ഈ സംസ്ഥാനം വിട്ടു പോകണം. 24ന്റെ ഇടപെടൽ സാമൂഹിക നന്മയ്ക്കെന്ന് പുനലൂർ SN കോളേജ് പ്രിൻസിപ്പൽ സുലേഖ BT. സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അരുത് അക്രമം, അരുത് ലഹരി എത്രത്തോളം അർത്ഥവത്തായ ഒരു സംരംഭമാണ്. ഇന്ന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ജനതയെ ഒന്നടങ്കം രക്ഷിക്കാൻ, പ്രത്യേകിച്ചും
നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 24 ചാനൽ ഏറ്റെടുത്തിരിക്കുന്ന ഈ അത്യുഗ്രൻ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. SKNനൊപ്പമുള്ള കലാലയ ഓർമ്മകൾ പങ്കുവെച്ച് സഹപാഠികളും. SNDP പുനലൂർ യൂണിയൻ പ്രസിഡന്റ് TK സുന്ദരേശൻ, സന്തോഷ് കുമാർ, ജോസ് തോമസ്, ഡോക്ടർ വിഷ്ണു എസ് തുടങ്ങിയവർ സംസാരിച്ചു. 24 കൊല്ലം. ലഹരിപ്പിടിയിൽ അമർന്ന കേരളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 15 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 വനിതകൾ പിടിയിലായി. കൊല്ലം ഓച്ചിറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് തോട്ടം കണ്ടെത്തി. എറണാകുളം തിരുനായത്തോട്ടിൽ ലഹരി മാഫിയ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. കേരളത്തിൽ ലഹരിവേട്ട തുടരുന്നു. 5 കോടി വിലമതിക്കുന്ന 15 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചി വിമാനത്താവളത്തിൽ പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച രാജസ്ഥാൻ സ്വദേശി മൻവി ചൌധരി, ഡൽഹി സ്വദേശി സാന്തി എന്നിവരെയാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം ഓച്ചിറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് തോട്ടം കണ്ടെത്തി. 38ഓളം കഞ്ചാവ് ചെടികളും വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 10.5 കിലോ കഞ്ചാവുമാണ് എക്സൈസ് പിടികൂടിയത്. ഓച്ചിറ മേമന മനീഷ് ഭവനത്തിൽ മനീഷ് മോഹന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് ചെടികളും കഞ്ചാവും കണ്ടെത്തിയത്. അങ്കമാലി തിരുനായത്തോടിൽ ലഹരി മാഫിയ സംഘം ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയെയും പ്രദേശത്തെ യുവാക്കളെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. ലഹരി മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയതാണ് പ്രകോപനത്തിന് കാരണം. കോഴിക്കോട് പേരാമ്പ്രയിൽ പൊതുസ്ഥലത്ത് കഞ്ചാവ് വലിച്ച യൂത്ത് ലീഗ് നേതാവ് പിടിയിലായി. നെച്ചാട് സ്വദേശി അനസ് വാളൂരിനെയാണ് പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. മലയാള സിനിമയുടെ നഷ്ടക്കണക്ക് വീണ്ടും പുറത്തുവിട്ട കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ഒരു സിനിമ പോലും ലാഭം നേടിയില്ല എന്നാണ് കണക്കുകൾ. താരസംഘടന അമ്മയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് നിർമ്മാതാക്കൾ വീണ്ടും കണക്കുകൾ പുറത്തുവിട്ടത്. ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയത് 17 സിനിമകൾ. ഇതിൽ 11 നഷ്ടമെന്ന കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കിൽ പറയുന്നു. ആകെ മുടക്ക് 75 കോടി രൂപ. തിയേറ്റർ ഷെയറായി ലഭിച്ചത് 23 കോടി രൂപ മാത്രം. ഏകദേശം 53 കോടിയുടെ നഷ്ടമാണ് ഫെബ്രുവരി മാസം മാത്രം മലയാള സിനിമയ്ക്കുണ്ടായത്. 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ലൗഡെയിൽ എന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് നേടിയത് കേവലം 10,000 രൂപ. 10 കോടി രൂപ മുടക്കിയ ഉണ്ണിമുകുന്ദൻ ചിത്രം ഗെറ്റ് സെറ്റ് ബേബിക്ക് 1.5 കോടി രൂപ പോലും നേടാനായില്ല. 5 കോടിയിലേറെ മുടക്കിയ മച്ചാന്റെ മാലാക നേടിയത് 40 ലക്ഷം രൂപയും. 2ാം തവണയാണ് സിനിമയുടെ ബജറ്റും ഷെയറും നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുന്നത്. 110 കോടി രൂപയായിരുന്നു ജനുവരി മാസത്തിലെ മാത്രം നഷ്ടം. കണക്കുകൾ പുറത്തുവിടുന്നതിൽ താരസംഘടന അമ്മ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇത് പരിഗണിക്കാതെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മുന്നോട്ടുപോക്ക്. 24 കൊച്ചി. 9 മാസത്തെ കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കുമൊടുവിൽ ഭൂമിയെ തൊട്ട് സുനിത വില്യംസും ബുച്ച് വിൽമോറും. ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പേടകം ഇറങ്ങിയത്. കടലിൽ കാത്തിരുന്ന നാസ സംഘം ബഹിരാകാശ യാത്രികരെ കരയിലെത്തിച്ചു. Awaiting the drogue deploys. This view coming from the WB-57 high altitude plane. Next up, we'll stand by for the main deployment of the parachutes. The mains are quite a bit larger. You'll be able to notice the difference on your screen once they deploy, and they continue to ensure that the Dragon... ഈ ഭൂമിയിലും ഭൂമിക്കപ്പുറവും ഒരിക്കൽ കൂടി ശാസ്ത്രത്തിന്റെ വിജയഗാഥ. 287 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയുടെ സ്പന്ദനമറിഞ്ഞു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മെക്സിക്കോ ഉൾക്കടലിൽ സ്പേസ് എക്സിന്റെ ഡ്രോൺ ക്യാപ്സ്യൂൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് 17 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് പേടകം തീരം തൊട്ടത്. സുനിതയ്ക്കും ബുച്ച് വിൽമോറിനുമൊപ്പം സഹയാത്രികരായി നിക് ഹേഗും അലക്സാണ്ടർ ഗോർബനേവും. And that is NASA astronaut Nick Hague, commander of Crew 9, now out of Crew Dragon Freedom. Some smiles, thumbs up, and a off. His first space flight. Oh, looks like we're getting our next crew member here. It is none other than Sunny Williams. Big smile, big waves. സാഹസിക യാത്രികരെ കാത്ത് തീരവും സർവ്വസജ്ജം. പേടകത്തിനുള്ളിൽ നിന്ന് 4 പേരെയും പുറത്തിറക്കി. ഇനി ആഴ്ചകൾ നീളുന്ന മെഡിക്കൽ നിരീക്ഷണം. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിൽ കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു 8 ദിവസത്തെ ദൗത്യത്തിനായി സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത്. എന്നാൽ പേടകത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചുവരവ് നീളുകയായിരുന്നു. റിസർച്ച് ഡെസ്ക് 24.
ഇടുക്കി തൊടുപുഴ നഗരസഭയിൽ LDF-ന് ഭരണം നഷ്ടമായി. BJP പിന്തുണയോടെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 12-നെതിരെ 18 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്. വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത 4 BJP അംഗങ്ങളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. തൊടുപുഴ നഗരസഭയിലെ 35-അംഗ കൌൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള UDF-ന് കഴിഞ്ഞ 4.5 വർഷമായി അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അവസാന ലാപ്പിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. 14 UDF അംഗങ്ങൾ. അവിശ്വാസം പാസ്സാകാൻ വേണ്ടത് 18 പേരുടെ പിന്തുണ. വിപ്പ് ലംഘിച്ച് 4 BJP അംഗങ്ങൾ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. 18 അംഗങ്ങൾ മതി ഈ ഭരണം പോകുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 12-നെതിരെ UDF-ന്റെ 14 പേരും ഞങ്ങൾ 4 പേരും അങ്ങനെ 18 പേരുടെ അംഗബലത്തോടു കൂടിയിട്ടാണ് CPM-ന്റെ ഭരണം ഇവിടെ തൊടുപുഴയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. BJP-യുടെ കൂട്ടുപിടിച്ച് നേടിയ വിജയമല്ലെന്നാണ് UDF-ന്റെ വാദം. ഒരു കൗൺസിൽ കൃത്യസമയത്ത് വിളിച്ചു ചേർക്കുന്നില്ല, അല്ലെങ്കിൽ കൗൺസിലിലെ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ല. തീരുമാനങ്ങളെടുത്ത് DPC അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്ന തീരുമാനങ്ങൾ പോലും അത് കൗൺസിലിന്റെ തീരുമാനം മാറ്റിമറിച്ചുകൊണ്ട് സ്വന്തമായി തീരുമാനമെടുക്കുക. ഇതിലൊക്കെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത്. UDF BJP കൂട്ടുകെട്ട് നല്ല രീതിയിൽ നടക്കുന്ന ഭരണത്തെ അട്ടിമറിച്ചു എന്ന് LDF. എക്കാലം ഉള്ളതാണല്ലോ BJP-യുടെ UDF-ന്റെ ആവശ്യത്തെ കൂട്ടുകെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെയും അത് അങ്ങനെ തന്നെ വന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വിപ്പ് ലംഘിച്ച BJP അംഗങ്ങൾക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകും. എന്നാൽ നഗരസഭയിൽ ആര് ചെയർമാൻ സ്ഥാനാർത്ഥിയാകുമെന്നതിൽ UDF-ൽ തീരുമാനമായിട്ടില്ല. അതേസമയം അവിശ്വാസ പ്രമേയത്തിലൂടെ UDF തിരിച്ചുപിടിച്ച മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ പ്രസിഡന്റായി കോൺഗ്രസ് അംഗം വത്സമ്മ സെബാസ്റ്റ്യൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 24 ഇടുക്കി. തൃശൂർ വടക്കാഞ്ചേരിയിൽ അച്ഛനെയും മകനെയും വെട്ടിപ്പരുക്കേൽപ്പിച്ചു. തിരുത്തിപ്പറമ്പ് കാനാൽ പാലം പരിസരത്ത് വെച്ചാണ് വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. മോഹനൻ, മകൻ ശ്യാം എന്നിവരെയാണ് വെട്ടിയത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കൊല്ലുന്നു പറഞ്ഞിട്ട് ഭീഷണി വരുത്തിയിട്ട് കത്തിയോണ്ടൊക്കെ കുത്തി അച്ഛനി ആങ്ങളനി. അവൻ കുത്ത വന്നപ്പോൾ അവൻ്റെ ഇവിടെ മുറി പറ്റിയിട്ടുണ്ട്. അവൻ എന്നിട്ട് കത്തി പിടിച്ചു. അപ്പോഴേക്ക് അച്ഛൻ ചെന്നത്. അച്ഛനൊക്കെ ഇവിടെയൊക്കെ വെട്ടി, പുറത്തൊക്കെ വെട്ടിയാകെ. ഞങ്ങളേനും കൊല്ലില്ല അവരിനി. ഞങ്ങൾക്ക് നാളെ പുറത്തിറങ്ങി നടക്കേണ്ടതാ. ഞങ്ങൾക്കൊക്കെ പേടിയായിട്ട് വയ്യ. അവ ആ വന്ന ആളുടെ കയ്യിൽ 2 കയ്യിൽ നമ്മൾ കത്തിയായിരുന്നു. ആ കത്തോട് തലങ്ങും വലങ്ങും മോനായിട്ട് വെട്ടി. ഇവിടെ വലിയൊരു മുറിവ്, ഇവിടെ പുറത്ത് വലിയൊരു മുറിവ്. അതിപ്പോൾ ഇതിൻ്റെ അച്ഛനും തൊട്ട കാട്ടിയത് ഇവനെ പിടിച്ച് മാറ്റോട് കൂട്ടിയിട്ട് ഇവ ഓടി. ഇവൻ്റെ പിന്നാലെ ഓടി അയാൾ. ഞങ്ങളെല്ലാം 2 ആളെയും 3 ആളെയും കുത്താൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും അകത്തേക്ക് ഓടി. അച്ഛനും പിടിച്ച് കളിച്ചിട്ട് അകത്തേക്ക് ഓടി. ഭയങ്കര ബുദ്ധിമുട്ട് സാറേ അതിനുവേണ്ടുണ്ട്. ഭയങ്കര അവനെ കൊണ്ട് ശല്യം സഹിക്കും. ഇതാ കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബിലിയുടെ കൊലപാതകം ആസൂത്രിതം. ഭർത്താവായ പ്രതി യാസിർ എത്തിയത് ബാഗിൽ കത്തിയുമായെന്ന് ദൃക്സാക്ഷി 24-നോട്. കൊല്ലപ്പെട്ട ഷിബിലിയുടെ മൃതദേഹം കരികുളം ജുമാ മസ്ജിദിൽ ഖബറടക്കി. ലഹരിക്കടിമയായ ഭർത്താവ് യാസിറിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഷിബില ഈങ്ങാപ്പുഴ കക്കാടുള്ള സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയത്. കയ്യിൽ കരുതിയ പുതിയ കത്തിയുമായി ഇന്നലെ വൈകിട്ടോടെ യാസിർ ഈ വീട്ടിലേക്കെത്തി. നോമ്പ് തുറക്കുകയായിരുന്ന ഷിബിലയെയും മാതാപിതാക്കളെയും കുത്തി വീഴ്ത്തി. 3 വയസ്സുള്ള സ്വന്തം മകൾക്ക് മുന്നിൽ വച്ചായിരുന്നു ആക്രമണം. തടയാൻ ശ്രമിച്ചവരെയും യാസിർ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് ദൃക്സാക്ഷിയായ നാസർ 24-നോട്. ഞാനിവിടെ വരുമ്പോൾ അവന് അവളെ പരിക്കേൽപ്പിച്ചിട്ട് കുഞ്ഞി എന്ന് പറഞ്ഞ വ്യക്തിനെയും പരിക്കേൽപ്പിച്ച് കത്തി വീശി വരികയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്തപ്പോൾ എൻ്റെ നേരെയും കത്തി വീശി. അപ്പോൾ ഈ ചെറിയ സൈക്കിൾ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ സൈക്കിൾ എടുത്ത് വീശുകയും ചെയ്തു. അവൻ ആ കാറിലേക്ക് കയറിപ്പോയി. പുതുപ്പാടിയിൽ ലഹരിക്കടിമപ്പെട്ട് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ആഷിഖുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ ഷിബില ആവശ്യപ്പെട്ടത് യാസിറിനെ പ്രകോപിതനാക്കിയിരുന്നു. യാസിർ നിരന്തരം ശല്യപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം 28-നാണ് ഷിബില താമരശ്ശേരി പോലീസിന് പരാതി നൽകിയത്. യാസിറിനെ പോലീസ് ഉപദേശിച്ചു വിട്ടെങ്കിലും കൂടുതൽ നടപടിയെടുത്തില്ലെന്ന് ആരോപണമുണ്ട്. കഴുത്തിന് ഗുരുതര പരിക്കേറ്റ ഷിബില ഇന്നലെ രാത്രി മരിച്ചു. പരിക്കേറ്റ മാതാപിതാക്കൾ ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം കാറുമായി കടന്നുകളഞ്ഞ യാസിറിനെ മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ചാണ് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചത്. പ്രതിയുമായി പോലീസ് ഇവിടെയെത്തി തെളിവെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഷിബിലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം കരികുളം ജുമാ മസ്ജിദിൽ ഖബറടക്കി. യാസിറിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ മാസം ഷിബില പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ലഹരിക്കടിമയായ യാസിറിനെതിരെ കൃത്യമായ നടപടി പോലീസ് സ്വീകരിച്ചോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.
റൗണ്ട് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.